ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും കടുകുമണി ടോക്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ലാൽബാഗ് ഗാർഡനിലാണ്. ഞാൻ അവിടെ ഒരു സെക്യുലൻസ് ഷോപ്പ് കണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ആ ഷോപ്പിലാണുള്ളത്. അപ്പം ഞാനത് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് സെക്യുലൻ വെറൈറ്റീസാണ് കേട്ടോ. ഇതിൻ്റെ നമ്മുടെ പ്രൈസ് റേഞ്ച് 400 ആണ് ഇവിടെ പറയുന്നത്. നല്ല രസമുള്ള സെക്യുലൻസ് ആണ്. താമരപ്പൂനെ പോലെയുണ്ട് എല്ലാം കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഒന്നിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വെറൈറ്റിയാണ്. സെക്യുലൻസിൻ്റെ ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണിത്, ഈ ഒരു സെക്യുലൻറ്റ്. ഇതിൻ്റെയൊക്കെ റേറ്റ് 400 ആണേ. പിന്നെ ഇവിടെ വരുന്നുണ്ട്, ഇതെല്ലാം വലിയ സെക്യുലൻസ് ആണ്. ഇവിടെ എല്ലാം വരുന്നത് വലിയ കളർ സെക്യുലൻസ് ആണ്. ഇത് 250 റേറ്റ് ആണ് കേട്ടോ. 250, 150 റേറ്റ് ഉള്ളതാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. ഒന്നും വെള്ളം അധികം വേണ്ടാത്ത ചെടികളാണ്. ഏകദേശം 1 മാസത്തോളം വെള്ളമില്ലാതെയൊക്കെ നിൽക്കും. എൻ്റെ കയ്യിലുള്ള എല്ലാം 1 മാസത്തോളം, ഞാനൊരു 2-3 ആഴ്ച കൂടുമ്പോഴാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാറ്. ഇതെനിക്കിഷ്ടമുള്ളൊരു വെറൈറ്റിയാണ്. ഇതിനൊക്കെ 150 ആണ് കേട്ടോ റേഞ്ച്. 150 റേറ്റിൻ്റെയാണ് ഇതെല്ലാം. പിന്നെ അടുത്തത് ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് സെക്യുലൻസിൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് ഇവിടെ. ലാൽബാഗ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഇതെല്ലാം 300 റേറ്റ് ആണ്. ഇവിടെ ഈ കാണുന്ന എല്ലാം 300 റേറ്റ് ആണ്. എഗെയിൻ വീണ്ടും ഒരു സെക്യുലൻസ്. ഇതിൻ്റെ റേറ്റ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. 200 ആണ് ഇതിൻ്റെ റേറ്റ്, 200. പിന്നെ ഇവിടെ സെക്യുലൻസ് ബോൺസായി ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് സെക്യുലൻസ് ബോൺസായി. ഇവിടെ കണ്ടില്ലേ ഒരു ബുദ്ധയുടെ ഇതിൽ. അപ്പം ഈ ഒരു ഷോപ്പിൽ മൊത്തം സെക്യുലൻ്റ് ആണ്. നമുക്കിനി വേറെ ഷോപ്പിലോട്ടൊക്കെ പോകാം. ഭയങ്കര തിരക്കാണ്. മലയാളീസുകളൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടില്ലേ. ഇവിടെ ഒരു ആനക്കുട്ടിയുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. ഇത് കണ്ടോ, ഇവിടെ ഒരു കാക്ടസ് പൂവിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ. ഈ പ്രൈസ് റേഞ്ച് എല്ലാം 400 ആണ് വരുന്നത്. നിങ്ങൾക്ക് സെക്യുലൻസ്, വെറൈറ്റി ഓഫ് സെക്യുലൻസ് വേണമെങ്കിൽ ലാൽബാഗ് ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത് നമ്മുടെ ഈ സെക്യുലൻ്റ് ആണോ, ഒരു കാക്ടസിൻ്റെ ഏതോ ഒരു വെറൈറ്റിയാണ് തോന്നുന്നു. ഇത് നമ്മുടെ ക്രിപ്റ്റാന്തസ് ആണ്. ഇത് റെഡ് ക്രിപ്റ്റാന്തസ് ആണ്. എൻ്റെ ഇതിൻ്റെ റോസ് കളറുണ്ട്. ഇത് നോക്കിക്കേ, പഞ്ഞിക്കെട്ട് പോലെ ഒരു കാക്ടസ്. ഇവിടെ ജെയ്ഡ് പ്ലാന്റ് കണ്ടു. ജെയ്ഡ് അങ്ങ് വളർന്ന് പൂത്തുലങ്ങി നിൽക്കുവാണ്. ഇതെല്ലാം കാക്ടസ് പൂവിട്ട് നിൽക്കുവാണേ. ഇൻഡോർ മതി. ഇതെല്ലാം നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സാണ്. ഇൻ കേസ് ഇപ്പം നമ്മൾ 1 മാസത്തോളം വീട്ടിലില്ലെങ്കിൽ പോലും ഇതെല്ലാം നമുക്ക് വാടാതെ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴും അതുപോലെ തന്നെ ഉണ്ടാവുന്ന ചെടികളാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ഉണ്ട്. എങ്ങനെ തനിയെ വന്നതാണോ എന്തോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്കപ്പം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. അടുത്തത് നമ്മൾ കയറാൻ പോകുന്നത് ഈ ഒരു മൊട്ടക്കുന്നിലോട്ടാണ് സുഹൃത്തുക്കളെ. ഇത് കയറി മുകളിലേക്ക് എത്തണം. മുകളിൽ എന്താണെന്ന് അറിയത്തില്ല. ഞാനിവിടെ വന്നിട്ടുണ്ട് ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ. പക്ഷെ അന്നൊന്നും ഇത്രയും കാണാൻ ഭംഗിയുണ്ടായിരുന്നില്ല. ഇവിടെ എവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ഇതുണ്ട്, അതും കാണുന്നില്ല. നോക്കാം. നല്ല മഴക്കോളുണ്ട് കേട്ടോ. പോയോ. അപ്പം നമുക്ക് ഒന്ന് കയറി നോക്കാം.
ഇവിടെ ഇങ്ങനെ വെട്ടുകല്ലാവുക കാരണം കയറിപ്പോകാൻ ഭയങ്കര എളുപ്പമാണ്, വലിയ പ്രയാസമൊന്നുമില്ല. നമ്മളിങ്ങനെ ഈ തമിഴ് മൂവീസിലൊക്കെ കാണത്തില്ലേ, ഈ പാറയുടെ മുകളിലൊരു അമ്പലം ഇങ്ങനെ നായിക കയറിപ്പോകുന്നത്, അതുപോലെ തോന്നുന്നു എനിക്ക്. ആ പറഞ്ഞ പോലെ അവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ഇത് ഇന്ന് നല്ല രസമാണ്, കാരണം വെയിലില്ല. സമയം ഇപ്പോൾ ഒരു 3 മണി 4 മണിയാണേ, 3 മണിയെ തോന്നുന്നു. അതുകൊണ്ട് വെയിലില്ല, നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ അവിടേക്ക് പോയിട്ട് അവിടെ എന്നാ നോക്കിയിട്ട് വരാം. അപ്പം ഇതൊക്കെയാണ് ഈ പാറയുടെ മുകളെന്ന് പറയുന്നത്. ദേ കണ്ടോ, നമ്മൾ ഇത്രയും ദൂരം നടന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇത് അമ്പലമല്ല, ജസ്റ്റ് ഒരു മണ്ഡപമാണേ. നമ്മളിപ്പോൾ നടന്ന് ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയും കുറച്ച് നടന്ന് ക്ഷീണിച്ചവർക്ക് കുടിക്കാനെന്ന് തോന്നുന്നു. കുറേ കൂൾ ഡ്രിങ്ക്സും ഐസ്ക്രീം ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട്, എന്തൊക്കെയോ വിൽക്കുന്നതാണ്. എന്താ നോക്കാം. കുറേ ചെറിയൊരു ഐറ്റംസാണ്. പിന്നെ ഇവിടെ കുറേ കയ്യിലിടാനുള്ള അച്ചുണ്ട്. ഇതൊക്കെയാണ് പാറയുടെ മണ്ടേമേലുള്ള വ്യൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ നല്ല ഒരു മഴയൊക്കെ തോർന്ന് പെയ്തിരിക്കുന്ന സമയമാണ്. ഇവിടെ ഒരു ലേക്കുണ്ട്. ഇതുണ്ട്, ഒരു വലിയൊരു മനമുത്തശ്ശീനെ കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് കാണാൻ. നടക്കാം. നമ്മൾ ആ ലേക്ക് തേടിയുള്ള യാത്രയിലാണ്. ആ ലേക്ക് എവിടെയാണെന്ന് അറിയത്തില്ല. ഇതിൽ കൂടെ നടക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം, വല്ല പാമ്പൊക്കെ ഉണ്ടാവും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏക്കർ കണക്കിനുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഏത് വഴി കൂടെ പോയി കഴിഞ്ഞാൽ എവിടേക്ക് എത്തണമെന്ന് പോലും അറിയത്തില്ല, അത്രയും ഉണ്ട്. മലയാളീസുകളും ബംഗാളീസുകളും അതല്ലാത്തവരും എല്ലാവരും ഉണ്ട് ഇവിടെ. സമയം ഏകദേശം 5:30 അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇവിടെ നമ്മുടെ മരം കൊണ്ട് ചെത്തിയുണ്ടാക്കിയ ശ്രീബുദ്ധൻ്റെ ഒരു വലിയൊരു സ്റ്റാച്യു ഉണ്ട്. ശ്രീബുദ്ധൻ തന്നെയാണ് തോന്നുന്നു കേട്ടോ. ഇത് ശ്രീബുദ്ധൻ തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ ഇവിടെയൊക്കെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇവർ മരം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. പിന്നെ ഇതേ കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, ഒരു എന്തൊക്കെയോ ചെത്തിക്കൂട്ടി വെച്ചിരിക്കുക. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ഇവിടെ ഒരു വലിയ മരമുത്തശ്ശി ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടില്ലേ, എന്നാ ഒരു ഭംഗിയാണെന്നറിയോ, അത്രയും നല്ല ഭംഗിയാണ്. ഇവിടെ കുറെ ഐറ്റംസുകളൊക്കെ ഉണ്ട്.
കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. ചേട്ടൻ ബേൽപൂരി ഉണ്ടാക്കുന്ന തിരക്കിലാന്നേ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വന്ന് കാണണം. ഒത്തിരി ചെടികളുണ്ട്, ഒത്തിരി ചെടികൾ മേടിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇവിടുന്ന്. പിന്നെ കുറേ ഫുഡ് ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഞാനൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, അപ്പം എല്ലാവരും വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. അടുത്ത ഒരു സ്പോട്ടുമായിട്ട് കാണുന്നവരേക്കും ടാറ്റാ.